വിനോദും ഭാര്യ ഗൗരിയും സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികളാണ്. വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിനാൽ അവർ IVF ചികിത്സയിലൂടെ ഒരു കുഞ്ഞിനായി ശ്രമിക്കുന്നു. ഒടുവിൽ ഗൗരി ഗർഭിണിയാകുന്നു. എന്നാൽ ഒരു ദിവസം വിനോദിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഗൗരിയുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ കാണേണ്ടി വരുന്നു. ഇത് കണ്ട് അവൻ മാനസികമായി തകർന്നു പോകുന്നു. ഗൗരിക്ക് ടെൻഷൻ വരാതിരിക്കാനായി ആദ്യം അവനത് മറച്ചു വെക്കുന്നു. പക്ഷെ അവളുടെ മുഖം കാണുമ്പോഴെല്ലാം ആ ചിത്രങ്ങളും അതിനോടൊപ്പം വന്ന അശ്ലീല കമന്റുകളും അവന്റെ മനസ്സിൽ തിരികെ വരുന്നു. അവൻ സത്യം കണ്ടെത്താൻ തീരുമാനിക്കുന്നു. അന്വേഷണം നടത്തുന്നതിനിടെ ആദ്യം ഗ്രൂപ്പ് അഡ്മിനായ അനീഷിനെ കണ്ടെത്തുന്നു. അവൻ പറഞ്ഞത് ഈ ചിത്രങ്ങൾ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് എടുത്തതാണെന്നാണ്. തുടർന്ന് വിനോദ് ആ പേജിന്റെ ഉടമയായ ഹരീഷിനെ പിടികൂടുന്നു. എന്നാൽ യഥാർത്ഥ കുറ്റവാളി ഹരീഷ് അല്ല, ടിനു എന്ന ചെക്കനാണ് ഈ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടാക്കി സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീലമായി പ്രചരിപ്പിക്കുന്നത് മനസ്സിലാകുന്നു. വിനോദ് പിന്നെയും അന്വേഷണം തുടരുന്നു. അക്ഷയ സെന്ററിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ടിനു ഗൗരിയുടെ ഒളിച്ചെടുത്ത ഫോട്ടോ ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് വ്യക്തമാകുന്നു. ടിനു ഇത്തരം പല പേജുകളും ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ആളായിരുന്നു. അവസാനം ടിനുവിന്റെ അച്ഛന്റെ സഹായത്തോടെ വിനോദും സുഹൃത്തായ ജോയും ചേർന്ന് ടിനുവിനെ കൊടുക്കുന്നു. തുടർന്ന് അവനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട അവസ്ഥയിലേക്ക് എത്തിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുന്നു. ടിനു തന്റെ തെറ്റു തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ചെങ്കിലും അവന്റെ കാമുകി അവനെ വിട്ടിട്ട് പോകുന്നു. അവസാനം ഗൗരി നേരിട്ട് ടിനുവിനെ ചോദ്യം ചെയ്ത് അടിക്കുകയും ചെയ്യുന്നു. വിനോദും ഗൗരിയും ഈ വലിയ പ്രശ്നത്തെ ഒരുമിച്ച് മറികടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.